നിങ്ങൾ എന്തെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ? കൂട്ടിനാരുമില്ലാതെ സങ്കടം പറയാനിടമില്ലാതെ കരഞ്ഞിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ, ഈ ലോകത്ത് ഒരാളും ഒറ്റയ്ക്കല്ല. തൻ്റെ ഏകാന്തതയിൽ കണ്ണടച്ച് ഒരു വിളി കേട്ടപ്പോൾ സാക്ഷാൽ പ്രപഞ്ചനാഥനെ തൻ്റെ മുറ്റത്ത് പാത്രം കഴുകാൻ ഇറക്കിയ ഒരു സാധാരണ അമ്മയുടെ കഥ നിങ്ങൾക്കറിയാമോ? അധികമാരും അറിയാത്ത കുറൂരമ്മയുടെയും ആ കൊച്ചു കണ്ണിൻ്റെയും അത്ഭുതകരമായ ആത്മബന്ധത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഭൂമിയിലെ ഒരു സാധാരണ വീട്ടിലെ വിറകെടുക്കുന്ന പണിക്കാരനായി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു വലിയ യോഗിക്ക് പോലും ദർശനം നൽകാത്ത ഭഗവാൻ ഒരു വൃദ്ധയുടെ കുറുമ്പ് കേട്ട് ഓടി വന്ന് ചെമ്പിനടിയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് കേട്ടാൽ അത്ഭുതം തോന്നില്ലേ? ചരിത്രവും ഐതിഹ്യവും ഭക്തിയും ഒത്തുചേരുന്ന കൂറൂരമ്മയുടെ ജീവിതത്തിലെ ആ മാന്ത്രിക നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. നമ്മളൊക്കെ ദൈവത്തെ തേടി കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നു, വലിയ വഴിപാടുകൾ നടത്തുന്നു. എന്നിട്ടും എന്തേ ദൈവം നമ്മുടെ മുന്നിൽ വരുന്നില്ല? എന്നാൽ ഒന്നും അറിയാത്തൊരു അന്തർജനം വിളിച്ചപ്പോൾ ദൈവം അവരുടെ വീട്ടിലെ അടുക്കളപ്പണിക്കാരനായി വന്നു. എന്തായിരുന്നു ആ ഭക്തിയുടെ രഹസ്യം? പാണ്ഡിത്യത്തെക്കാൾ വലിയൊരു ശക്തിയുണ്ട്, അതാണ് സ്നേഹം. ആ സ്നേഹം കൊണ്ട് ദൈവത്തെ തടവിലാക്കിയ കുറൂരമ്മയുടെ വിസ്മയിപ്പിക്കുന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആരാണ് ഈ കുറൂരമ്മ? കുറൂരമ്മ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? അതിനുശേഷം നമുക്ക് വിശദമായി പോകാം. തൃശൂർ ജില്ലയിലെ കുറൂർ മനയിലെ ഭക്തയാണ് അന്തർജനം. സന്താന ഭാഗ്യമില്ലാതെ ദുഃഖം ഭഗവാനിൽ അർപ്പിച്ച് ഗുരുവായൂരപ്പനെ സ്വന്തം മകനായി കണ്ടെത്തിയതാണ് ഈ വളർത്തമ്മ. ഈശ്വരൻ അദൃശ്യനല്ല, സ്നേഹത്തോടെ വിളിച്ചാൽ ഓടിയെത്തുന്ന കളിക്കൂട്ടുകാരനാണ്. നിത്യവും വിഷ്ണു സഹസ്രനാമ ജപവും ഭാഗവത വായനയുമാണ് കുറൂരമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കൃഷ്ണനെ വെറും ഒരു ദൈവമായല്ല, മറിച്ച് തന്റെ കൂടെ ഇരിക്കുന്ന കുറുമ്പ് കാണിക്കുന്ന ഒരു മകനായി അവർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയുന്ന വില്ലുമംഗലത്തിന് പോലും കുറൂരമ്മയുടെ നിഷ്കളങ്ക ഭക്തിയുടെ ആദരവായിരുന്നു. കുറൂരമ്മയുടെ അടുത്ത് ഉണ്ണിക്കണ്ണൻ അതിഥിയായി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ദിവസം ഒരു ചെറിയ ബാലൻ കുറൂരമ്മയുടെ അടുത്തെത്തുന്നു. തനിക്കാരുമില്ലെന്നും ഇവിടെ താമസിച്ചോട്ടെ എന്നും ചോദിക്കുന്നു. ആ അമ്മ വളരെ സന്തോഷവതിയായി. ആ കുട്ടിയെ തന്റെ മകനായി സ്വീകരിച്ച് അവർ അവനെ പോറ്റുന്നു. അമ്മ ദിവ്യത്തിന് വെക്കുന്ന വെണ്ണ മോഷ്ടിച്ചു തിന്നുന്നു. അമ്മയെ പറ്റിച്ച് ഓടിക്കളിക്കുക, അമ്മയുടെ ജോലികളിൽ സഹായിക്കുക, വിറകെടുക്കുക, പാത്രം കഴുകുക തുടങ്ങിയവ കണ്ണൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് അമ്മയുടെ അടുത്ത് ഉണ്ണിക്കണ്ണന്റെ വികൃതി നോക്കിയാലോ? അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ചെമ്പിനടിയിൽ ഉണ്ണിക്കണ്ണൻ ഒളിച്ചിരുന്നത്. ഒരിക്കൽ കുറൂരമ്മ വീട്ടുജോലികളുടെ തിരക്കിലായിരുന്നു. ഉണ്ണിക്കണ്ണൻ അന്ന് പതിവിലും കുറുമ്പ് കൂടുതൽ കാട്ടി. അമ്മ അടുക്കളയിൽ വെച്ചിരിക്കുന്ന വെണ്ണ മുഴുവൻ കട്ടു നിന്നുവെന്ന് മാത്രമല്ല, വിളക്കിലെ എണ്ണ തറയിലൊഴിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന അമ്മ ഉണ്ണിയെ പിടിച്ച് മുറ്റത്തിരുന്ന ഒരു വലിയ ചെമ്പിൽ കമഴ്ത്തി അതിനടിയിൽ അടച്ചിട്ടു. അല്പസമയം കഴിഞ്ഞ് പ്രശസ്ത ഭക്തനായ വില്ലുമംഗലം സ്വാമിയാർ അവിടെത്തി. അദ്ദേഹത്തിന് ഭഗവാനെ എപ്പോഴും ദർശിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം വന്നപ്പോൾ ഭഗവാനെ എങ്ങും കാണാനില്ല. അദ്ദേഹം ധ്യാനിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. പ്രപഞ്ചനാഥനായ ഭഗവാൻ കുറൂരമ്മയുടെ വീട്ടിൽ ഒരു ചെമ്പിനടിയിൽ ഭയന്നിരിക്കുന്നു. സ്വാമിയാർ ഓടിച്ചെന്ന് ചെമ്പ് പൊക്കിയപ്പോൾ ഉണ്ണി ഓടിപ്പോയി. അമ്മേ, എന്നെ രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ഉണ്ണി ഓടിയത് കുറൂരമ്മയുടെ അടുത്തേക്കായിരുന്നു. തന്റെ ഭക്തിയും ശക്തിയും ഭഗവാന്റെ വാത്സല്യം തിരിച്ചറിഞ്ഞ കുറൂരമ്മ കരഞ്ഞുകൊണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു. ഇതിൽ നമുക്ക് വില്ലുമംഗലത്തെ കുറൂരമ്മയും തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കിയാൽ വില്ലുമംഗലത്തിന് ഭഗവാനെ കാണണമെങ്കിൽ ധ്യാനിക്കണമായിരുന്നു. എന്നാൽ കുറൂരമ്മയ്ക്ക് ഭഗവാൻ വീട്ടുജോലികൾ ചെയ്തു കൊടുക്കുന്ന ഒരു ബാലനായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? പാണ്ഡിത്യത്തെക്കാൾ വലുത് പരിശുദ്ധമായ സ്നേഹമെന്നാണ്, അതായത് വാത്സല്യമെന്നാണ്. ഇനി നമുക്ക് കുറൂരമ്മ പൂജാരിയെ തിരുത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കുറൂരമ്മ ഭഗവാനെ എൻ്റെ ഉണ്ണി എന്ന് വിളിക്കുന്നത് കേട്ട് ഒരു പൂജാരി അവരെ കളിയാക്കി. ഭഗവാൻ ലോകനാഥനാണ്, അദ്ദേഹത്തെ ഇത്ര നിസ്സാരമായി വിളിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാലൊന്ന് രാത്രി ഭഗവാൻ ആ പൂജാരിയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എനിക്ക് പണ്ഡിതന്മാരുടെ മന്ത്രത്തെക്കാൾ ഇഷ്ടം കുറൂരമ്മയുടെ വിളിയിൽ കേൾക്കാനാണ്. ഭക്തിയിൽ വൽപ്പച്ചെറുപ്പമില്ലെന്ന ലോകമറിഞ്ഞ നിമിഷമായിരുന്നത്. കുറൂരമ്മയുടെ വിരുന്നുകാരൻ കുറൂരമ്മയുടെ പ്രായമായ കാലത്ത് അവർക്ക് നടക്കാൻ വയ്യാതെയായി. ഭക്ഷണം പാകം ചെയ്യാൻ പോലും ഇല്ലാതെ ആരുമില്ലാത്ത അവസ്ഥയായി. അന്നൊരു ബാലൻ വന്ന് അമ്മയ്ക്ക് ഭക്ഷണം നൽകുകയും കാൽ തിരുമ്മി കൊടുക്കുകയും ചെയ്തിരുന്നു. ആ ബാലൻ മറ്റാരുമല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. മകൻ മരിക്കാത്ത അമ്മയായി കുറൂരമ്മ ഇന്നും ഭക്തരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഒരിക്കൽ കുറൂരമ്മ തുണി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കയ്യിലെ അഴുക്കും സോപ്പും വെള്ളവും ഉണ്ണിയുടെ ദേഹമായി. അമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, അയ്യോ ഉണ്ണി, നിന്റെ ദേഹമായ അഴുക്കായകല്ലോ എന്ന് അമ്മ പറഞ്ഞു. അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഭഗവാനെ ഒരു സാധാരണ അമ്മ തന്റെ സ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കുന്നു. ഭഗവാൻ ആ സ്നേഹത്തിന് മുന്നിൽ ഒരു വെറും പാവയായി നിന്നുകൊടുത്തു. നമുക്ക് കുറൂരമ്മയുടെ അവസാന നാളുകൾ നോക്കിയാലോ. വാർദ്ധക്യ സഹജമായ അവശതകൾ വന്നപ്പോൾ കുറൂരമ്മയ്ക്ക് ഗുരുവായൂർ വരെ പോകാൻ കഴിയാതായി. അന്ന് അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഉണ്ണി, എനിക്ക് നിന്നെ കാണാൻ വയ്യല്ലോ. പെട്ടെന്ന് അത്ഭുതം സംഭവിച്ചു. ഭഗവാൻ ഒരു ചെറിയ കുട്ടിയുടെ വേഷത്തിൽ അമ്മയുടെ അരികിലെത്തി. അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നു. ആ മടിയിൽ കിടന്നുകൊണ്ട് കുറൂരമ്മ ഈ ലോകത്തോടാണ് വിട പറഞ്ഞത്. ഇതിൽ നിന്നും നമുക്കൊരു സന്ദേശം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോയില്ലെങ്കിലും ഭക്തി സത്യമാണെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും. ഇനി നമുക്ക് ചെമ്പൂർ മഠത്തിന്റെ പ്രാധാന്യം നോക്കാം. അതാണ് കുറൂരമ്മയുടെ ജന്മഗൃഹം. തൃശൂർ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരിക്കടുത്ത് മണ്ണൂത്തിയിലുള്ള ചെമ്പന്നൂർ മലയിലാണ് കുറൂരമ്മ ജനിച്ചത്. വിവാഹശേഷമാണ് അവർ ഗുരുവായൂരിനടുത്തുള്ള കുറൂർ മനയിലേക്ക് എത്തിയത്. ചെറുപ്പകാലം മുതൽക്കേ കുറൂരമ്മയുടെ ഉള്ളിൽ കൃഷ്ണഭക്തി വളർന്നത് ഈ ചെമ്പൂർ മഠത്തിലെ അന്തരീക്ഷത്തിലാണ്. അവിടുത്തെ കുടുംബപരമായ ആചാരങ്ങളും നാമജപങ്ങളും അവരെ വലിയൊരു ഭക്തിയാക്കി മാറ്റി. കുറൂരമ്മയെ ബന്ധപ്പെട്ട ഈ മഠത്തിൽ ചില കഥകളുണ്ട്. നമുക്ക് നോക്കാം അതെന്താണെന്ന്. കുറൂരമ്മ കുറൂർ മനയിലേക്ക് പോയെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അവിടെ എപ്പോഴും അദൃശ്യയായി ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെമ്പൂർ മനയുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും മറ്റു കുറൂരമ്മയുടെ ഭക്തിയും സ്പർശമുണ്ടായിരുന്നു. ഇന്നും ആ കുടുംബാംഗങ്ങൾക്ക് കുറൂരമ്മയുടെ ഒരു പുണ്യരൂപമായാണ് കാണുന്നത്. കുറൂരമ്മ ജനിച്ചത് ചെമ്പൂർ മനയിലും വിവാഹം കഴിഞ്ഞത് ഗുരുവായൂരിനടുത്തുള്ള കുറൂർ മനയിലുമാണ്. എന്നാൽ രണ്ടു മനകളും തമ്മിലുള്ള ഭക്തി ഒരു ചങ്ങലയുണ്ട്. വിവാഹശേഷം അധികം വൈകാതെ ഭർത്താവ് മരണപ്പെട്ടു. അതോടെയാണ് അവർ പൂർണ്ണമായും കൃഷ്ണനിൽ അഭയം പ്രാപിച്ചത്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥയും അതിനെല്ലാം മറികടക്കാൻ അവരുടെ ഭക്തി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറൂരമ്മയെ സംബന്ധിച്ച് കുറൂർ മന ഭഗവാന്റെ കൂടെ കളിച്ചയിടമാണെങ്കിൽ ഭഗവാന്റെ അമ്മ ജനിച്ച് വളർന്ന ഇടമാണ് ചെമ്പൂർ മഠം. ഒരു മകന് തന്റെ അമ്മയുടെ വീട് എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ ഭഗവാനും ആ കുടുംബത്തെ അനുഗ്രഹിച്ചിരുന്നു. ഇന്നും ഭക്തർ കുറൂരമ്മയുടെ സ്മരണയ്ക്കായി ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. കുറൂരമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ട്രസ്റ്റുകളും മഠങ്ങളും ഇന്നും ആ ഭക്തിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നു. മരണസമയത്ത് കുറൂരമ്മയുടെ മനസ്സ് പൂർണ്ണമായും ഗുരുവായൂരിനപ്പിൽ നിന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അവസാന നിമിഷങ്ങളിൽ കുറൂരമ്മ തന്റെ മടിയിൽ ആ കൊച്ചു ബാലനെ, ഉണ്ണിക്കണ്ണനെ കിടത്തിയിരിക്കുകയായിരുന്നു. അമ്മയുടെ ശിരസിൽ ഭഗവാൻ തന്റെ തൃക്കൈകൾ വെച്ച് തലോടിക്കൊണ്ടിരുന്നു. യാതൊരു വേദനയുമില്ലാതെ ഒരു മകന്റെ മടിയിൽ കിടക്കുന്ന സംതൃപ്തിയോടെ കുറൂരമ്മ ആ പ്രാണനെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചു. അമ്മയുടെ മരണം നടന്ന ഉടനെ കൂടെ ഉണ്ടായിരുന്ന ആ ബാലൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. സ്വർഗാരോഹണമല്ല, സായുജ്യ മരണശേഷം കുറൂരമ്മ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നതിനേക്കാൾ ഭക്തർ വിശ്വസിക്കുന്ന അവർ ഭഗവാന്റെ വാത്സല്യത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ്. ഇന്നും ഗുരുവായൂരപ്പനെ അമ്മയുടെ ഭാവത്തിൽ സ്നേഹിക്കുന്നവർക്ക് കുറൂരമ്മ ഒരു വലിയ വഴികാട്ടിയാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും മരണത്തെ ഭയപ്പെടുമ്പോൾ കുറൂരമ്മ മരണത്തെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. കാരണം ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന കാലം വന്നപ്പോൾ ആ കാലിന്റെ മേൽഭാഗമായ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ കുറൂരമ്മയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. തന്റെ ജീവിതം മുഴുവൻ ആർക്കു വേണ്ടിയാണ് മാറ്റിവെച്ചത് ആ ഭഗവാൻ മാറോട് ചേർന്നവർ എന്ന വിശ്വാസം നയിച്ചു. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ ജീവിത അവസാനം വരെ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മരിക്കുമ്പോൾ ദൈവം നമ്മൾ മുറുകെ പിടിക്കും. മരണം ഒരു അവസാനമല്ല, മറിച്ച് പ്രിയപ്പെട്ടവന്റെ അടുത്തേക്കുള്ള മടക്കയാത്രയാണെന്ന് കുറൂരമ്മ തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നു. അമ്മ മരിക്കാത്ത മകനായി ഭഗവാൻ ഇന്നും ആ ഭക്തരുടെ കൂടെയുണ്ട്. ഈശ്വരൻ അകലെയല്ല, നമുക്കിടയിലാണ്. പലരും ദൈവത്തെ കാണുന്ന ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടെ ദൂരെയുള്ള ഒരാളായിട്ടാണ്. എന്നാൽ കുറൂരമ്മ പഠിപ്പിച്ചത് ദൈവം നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണെന്ന്. ദൈവത്തെ ഒരു വിഗ്രഹമായോ പേടിപ്പെടുത്തുന്ന ശക്തിയായി കാണാതെ ഒരു സുഹൃത്തായോ മകനായോ മകളായോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഭക്തി വലിയൊരു ഭാരമല്ല, മറിച്ച് വലിയൊരു ആശ്വാസമായി മാറും. നിഷ്കളങ്കതയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. വലിയ മന്ത്രങ്ങളോ ആചാരങ്ങളോ അറിയാത്ത സാധാരണക്കാരിയായിരുന്നു കുറൂരമ്മ. അവരുടെ ഏക ആയുധം നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. പ്രാർത്ഥനയിൽ വാക്കുകളുടെ എണ്ണത്തേക്ക് പ്രധാനം ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. കപടതയില്ലാത്ത ദൈവത്തോട് സംസാരിക്കുക. അറിവിനേക്കാൾ വലുത് സ്നേഹമാണെന്ന് തിരിച്ചറിയുക. ഏകാന്തത്തെ ഭക്തിയാക്കി മാറ്റുക. ഭർത്താവിന്റെ മരണശേഷം കുറൂരമ്മ ഏകയായിരുന്നു. എന്നാൽ ആ ഏകാന്തതയിൽ അവർ തളർന്നു പോയില്ല. അവർ തന്റെ ഏകാന്തതയെ ഭഗവാനുമായുള്ള കൂടിച്ചേരലിനുള്ള അവസരമാക്കി മാറ്റി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് ഡിപ്രഷനിൽ വീഴാതെ ആ സമയം ആത്മീയതയ്ക്കോ നല്ല ചിന്തകൾക്കോ വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെ എപ്പോഴും ഒരു കരുതലുണ്ടെന്ന് വിശ്വാസം വളർത്തുക.
ചെയ്യുന്ന ജോലിയിൽ ഈശ്വരനെ കാണുക. കുറൂരമ്മ പാത്രം കഴുകുമ്പോഴും വിറകെടുക്കുമ്പോഴും ഭഗവാനെ കൂടെ കൂട്ടി. ജോലി ചെയ്യുമ്പോൾ അത് മടുപ്പോടെ ചെയ്യാതെ ഭഗവാന് വേണ്ടിയുള്ള സമർപ്പണമായി കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും പുണ്യമായി മാറുമെന്നാൽ. ക്ഷമയും സഹനശക്തിയും. ഉണ്ണിക്കണ്ണൻ കുറുമ്പ് കാട്ടി അമ്മയെ പരീക്ഷിക്കുമായിരുന്നു. ചെമ്പിനിടയിൽ അടിച്ചിടേണ്ടി വന്ന സാഹചര്യം പോലും അമ്മയുടെ ക്ഷമയുടെ പരീക്ഷണമായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ തളരരുത്. അതിനപ്പുറം ഒരു വലിയ അനുഗ്രഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുക. പദവിയോ പണമോ അല്ല ഭക്തിയുടെ അളവുകൾ. വലിയ യോഗിയായ വില്ലുമംഗലത്തേക്കാൾ മുൻപേ ഭഗവാൻ ഓടിയെത്തത് കുറൂരമ്മയുടെ അടുത്തേക്കാണ്. ഭക്തിയിലോ ജീവിതത്തിലോ മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യരുത്. നിങ്ങൾ എത്ര വലിയ ആളാണെന്നുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം സ്നേഹമുള്ള ഒന്നാണ് പ്രധാനം. നിങ്ങൾ കൃഷ്ണനെ തേടി ക്ഷേത്രങ്ങളിൽ മാത്രം പോകേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് കൃഷ്ണൻ നടന്നു വരും. കുറൂരമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്. കുറൂരമ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഭക്തി എന്ന ഭയമല്ല, മറിച്ച് സ്നേഹമെന്നതാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് നാം ദൈവത്തെ അനന്യമായി കാണുന്നു. എന്നാൽ നമ്മുടെ ഓരോ ശ്വാസത്തിലും കൂടെയുള്ളത് ഭഗവാനാണ്. നിങ്ങൾ കൃഷ്ണനെ ഒരു രാജാവായി കണ്ടാൽ അദ്ദേഹം ദൂരെയുള്ള വൈകുണ്ഠത്തിലിരിക്കും. എന്നാൽ ഒരു കുഞ്ഞായി കണ്ടാൽ നിങ്ങളുടെ മടിയിൽ വന്നിരിക്കും. അറിവിനേക്കാൾ വലുത് ഭഗവാനോട് തോന്നുന്ന നിഷ്കളങ്കമായ സ്നേഹമാണ്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചാൽ ഭഗവാൻ നമ്മുടെ വീട്ടിലെ ഒരംഗത്തെപ്പോലെ കൂടെയുണ്ടാകും. ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭക്തി. മന്ത്രങ്ങൾ അറിയാത്ത മനസ്സായാലും തന്ത്രങ്ങളില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ കൃഷ്ണൻ നിങ്ങളുടെ പടിക്കലെത്തും. സുഹൃത്തുക്കളെ, കുറൂരമ്മ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ പൂജാമുറിയിൽ പൂട്ടിയിരിക്കുന്ന ഒന്നല്ല ദൈവം. നമ്മുടെ കൂടെ കളിക്കാനും ചിരിക്കാനും കരയാനും തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അവൻ. ആ സ്നേഹം തിരിച്ചറിയാൻ കുറൂരമ്മയെ പോലെ നിഷ്കളങ്കമായ ഒരു മനസ്സ് മാത്രം മതി. ആ ഉണ്ണിക്കണ്ണൻ നിങ്ങളുടെ വീട്ടിലും വരും. നിങ്ങൾ അവനെ ഒരു മകനായി സ്നേഹിച്ചു നോക്കൂ. ഈ ഓഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും